നീ എങ്ങനെ അറിഞ്ഞ റേഷൻ വന്നു? എന്തോ ഒന്നും അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് കിട്ടും. അറിയാതെ റേഷൻ കൂടെ മാമ. ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇറ്റ്സ് മീ ടു ശ്രീവിയൻ. മച്ചന്മാരെ റേഷൻ കടയിൽ പോകാനായിട്ട് ഞാനിങ്ങനെ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ടോ. ഒരുങ്ങി റെഡിയായിരുന്നില്ല ഗൈസ്, അത് ചെറിയൊരു തള്ളായിരുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മച്ചന്മാരെ ഒരുങ്ങി റെഡി ആയിട്ടോ. ഷർട്ട് തൊട്ട് നിക്കർ തൊട്ട് ഗൈസ്. ഓ ഗൈസ്, അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോയ്ക്കകത്തൊന്നും ഓണല്ല എന്ന് ചിലർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഗൈസ്. ലൈഫല്ലേ, പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, അതൊക്കെ വിട്ടേക്കാം. ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞ് ശോകം അടുപ്പിക്കത്തില്ല ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം. സഞ്ചി അമ്മ ഇവിടെ എടുത്ത് വെച്ചിരുന്നു. അതേപോലെ നമ്മുടെ സഞ്ചിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അമ്മ പോയത്. ചില്ലറ പൈസയൊക്കെ തൊഴിഞ്ഞ് പോകുന്നത്. ദൈവമേ, റേഷൻ കാർഡ് നമ്മൾ BPL കാരാണ് ഗൈസ്. സഞ്ചിയും കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇതുകൊണ്ടാണ് ഇന്ന് റേഷൻ കടയിൽ പോകുന്നത്. അച്ഛന്മാരെ വീട്ടിൽ നിന്ന് ആരുമില്ല കേട്ടോ, കേട്ടോണ്ടാവും. വീട്ടിൽ നിന്ന് ആരുമില്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് റേഷൻ കടയിൽ പോയി ആ ദൗത്യം ഒന്ന് നിറവേറ്റിയിട്ട് വരാം. ജീവൻ കമ്മിങ്. അയ്യൊരു കാറ്റും വേണ്ടി ചാവി. പൊന്നു ആദ്യം ഒരു ചാവി ഉള്ളടി, നീ പറഞ്ഞോ. സഞ്ചി വെച്ചോ, അടച്ചോ ഗൈസ്. ഓഫാക്കിയാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരു വലിയൊരു ഇറക്കമാണ് കേട്ടോ ഗൈസ്. 1 കിലോമീറ്റർ ഞാൻ ലാഭിച്ചു. എൻ്റെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ വീട്ടിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് കയറ്റുന്ന ഒരു വലിയ ചടങ്ങാണ് കേട്ടോ. വെയിലിനിടയിൽ ഈ മരങ്ങളുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തൊരു ആശ്വാസം ഗൈസ്. ഈ ചൂടത്ത് പറ്റുന്നില്ല. ഇതാണ് എൻ്റെ റേഷൻ കട. വണ്ടി ഇവിടെ എത്തി. റേഷൻ മാറ്റിട്ട് വരാം. മലയുമൊരു കാറ്റ് ഇവിടെ റേഷൻ കാർഡ്. നീ എങ്ങനെ അറിഞ്ഞ റേഷൻ വന്നു? എന്തോ ഒന്നും അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് കിട്ടും. അറിയാതെ വന്നതാ. ഇപ്പോൾ റേഷൻ വന്നേ ഉള്ളൂ. ചേട്ടാ, നമുക്ക് ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് സംസാരിക്കാം. ബൈബർ റേഷൻ കൂടെ മാമ ഈ സ്ഥലത്ത് വണ്ടി ഒതുക്കിട്ടോ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പച്ചരി, ഗോതമ്പ്, പിന്നെ ചാക്കരിയും പിന്നെ എന്തിനാണ് ഇത്ര കണ്ടാ കിട്ടിയേക്കണം. ഭയങ്കര ചൂട് ഗൈസ്. വണ്ടി ഞാൻ വാഷ് ചെയ്തു ഗൈസ്. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതുവരെ വീഡിയോ ചെയ്യാനൊന്നും ഒരു മൂടുമില്ല കേട്ടോ. ഒരു വല്ലാത്തൊരു അവസ്ഥ കേട്ടോ, ഒരു ശോകാവസ്ഥ എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു സാഹചര്യമാണ്. നിങ്ങളൊരു 25 വയസ്സിനകത്തൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. വല്ലാത്തൊരവസ്ഥ. ശരിയാവും. അപ്പോൾ ഗൈസ്, അപ്പോൾ റേഷൻ കടയിൽ പോക്കാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി വീട്ടിലോട്ട് ഇറങ്ങി പോകണതാണ് കേട്ടോ ചടങ്ങ്. ഫുള്ള് കുണ്ടും കുഴിയും മാത്രം. താഴെ വീട്ടിലോട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ വരാം.